ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ശാരീരിക വ്യായാമത്തിനപ്പുറം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒന്നിപ്പിക്കുന്ന ഒന്നാണ് യോഗ. 2014 ഡിസംബർ 11 ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസമ്മേളനത്തിൽ യോഗാ ദിനത്തെക്കുറിച്ച് നിർദ്ദേശിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഭാരതത്തിൽ ഉത്ഭവം കൊണ്ട യോഗ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളിൽ സ്പർശിച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാറ്റം ലക്ഷ്യമിടുന്നു എന്നത് വ്യക്തമായി കാണിച്ചു തരികയാണ് 105-ാം വയസ്സിലും ചുറുചുറുക്കോടെ യോഗ ചെയ്യുന്ന ചെറായി സ്വദേശി ഉപേന്ദ്രൻ. വയസ്സ് 105. 105 വയസ്സായി. എത്ര നാൾ മുമ്പാണ് ഇപ്പൊ യോഗയൊക്കെ തുടങ്ങി? 57 മുതൽ പഠിക്കുന്നതാണ്. 1957 മുതൽ യോഗ ചെയ്യണേണ്. ഇപ്പൊ എത്ര സ്ഥലത്തെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്? എന്തോരം ആളുകളെ പഠിപ്പിക്കുന്നുണ്ട്? എത്ര പേര് പഠിപ്പിച്ച്? ഇപ്പോ ഞങ്ങൾ പുറമേ പോയി ചെട്ടിക്കാട്, മൂത്തകുന്നം, ചേന്നമേലം, പറവൂര്, ആലുവ, കടുങ്ങല്ലൂര്, ഇങ്ങനെ പല സ്ഥലത്തും ഞങ്ങൾ പോയി പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സൗകര്യം ചിലപ്പോൾ അവരോട് ഇങ്ങോട്ട് വരാൻ പറയും, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. എങ്കിലും ഇതാരെങ്കിലും പഠിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ പഠിപ്പിച്ചിരിക്കും. ഇപ്പോൾ 105 വയസ്സായിട്ട് നല്ല ഉഷാറോടെ നിൽക്കണ കാര്യം യോഗ ചെയ്തിട്ട് തന്നെയാണ്. 1957 മുതൽ തുടങ്ങിയ യോഗ ഇന്നും ഇദ്ദേഹം തുടരുന്നു. 12-ാം വയസ്സിൽ തുടങ്ങിയ മരപ്പണി ഇന്നും തുടർന്നു പോരുന്നു. ഇതെല്ലാം ഒരു അത്ഭുതമാണ്. കായികമായി ശാരീരിക ബലം ഉണ്ടാകുമെന്ന തോന്നലാണ് ഉപേന്ദ്രൻ അന്ന് യോഗ ചെയ്യാൻ തീരുമാനിച്ചതിനു പിന്നിൽ. പറവൂർത്തറ വട്ടത്തറ ചന്ദ്രനായിരുന്നു ഉപേന്ദ്രന്റെ ഗുരു. അന്ന് ചെയ്യുന്ന ജോലി ഇന്നും എനിക്ക് ചെയ്യാം. ഇന്നും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്റെ ജോലി. പൊതുവെ കണ്ണെത്തി കളഞ്ഞു. അല്ലെങ്കിൽ ആളുകൾ പറയും, വയസ്സായിട്ട് വയസ്സിനെ കൊണ്ട് പണിയെത്തിക്കില്ലെന്ന ആളുകൾ ഒരു പരാതി പറയും. അത് വേണ്ട, അതെങ്ങനെ വിട്ടു. ഈ പ്രായത്തിലും ഇങ്ങനെ ഉത്സാഹത്തോടെയും ആരോഗ്യത്തോടെയും യോഗ ചെയ്യുന്നു എന്നതിനപ്പുറം അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അവന്റെ ആഗ്രഹം എന്താണ്? എന്റെ ആഗ്രഹം പ്രധാനമന്ത്രിയെ കാണണം. ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകം ആ മഹാനുഭാവന് കൊടുക്കണം. അതിന്റെ പ്രാഥമികമായിട്ട് ഞാൻ സുരേഷ് ഗോപിക്കൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. അങ്ങേർക്കും കൊടുക്കണം. ഇത് എന്റെ ആഗ്രഹമാണ്. അങ്ങേര് വന്നപ്പോൾ ഇതിന് ചെനപ്പ് പൊട്ടാൻ തുടങ്ങിയത് അന്നേ വിചാരിച്ചാണ്. ഇവിടുത്തെ എല്ലാവരും വിചാരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിനും എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിനും ഇത് നമുക്ക് പ്രാവർത്തികമാക്കണം, ഇവിടെ നിയമനം നടത്തണം എന്ന് പറഞ്ഞ് ഒരൊറ്റ നിയമനം പോലും നടത്തിയില്ല. ഇല്ല, അത് നിയമനം നടത്താൻ വേണ്ടി ഒരു ജസ്റ്റിസ് നരേന്ദ്രൻ അങ്ങനെ മരിച്ചുപോയി. എന്നെ വിളിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും ഇത് പ്രാവർത്തികമാക്കണം. ഞാനും ഉണ്ട്, പഠിച്ച ഞാനും എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വികസിക്കണമെന്നു അദ്ദേഹം മരിച്ചുപോയി. അല്ലെങ്കിൽ കുറേ സ്ഥലത്ത് ഇത് അങ്ങേര് പറഞ്ഞാൽ നടത്താൻ ആളുകളുണ്ടായിരുന്നു. അവരെ ഇതിൽ തന്നെ സ്കൂളുകളും ആസ്പത്രികളൊക്കെ ഉണ്ട്, അവിടെ തന്നെ തുടങ്ങിയാൽ പോരേ. എന്നാലും ധാരാളം ആളുകൾ അങ്ങനെ ജസ്റ്റിസ് നരേന്ദ്രന് ഹൈക്കോട്ടെ ജഡ്ജിയായി റിട്ടയറായി ഞങ്ങളെ സംസാരിച്ച് പിന്നീടാണ് അദ്ദേഹം അസ്വസ്ഥരായി. അതും നമുക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതങ്ങീര് പറഞ്ഞാൽ എല്ലാവരും വകവയ്ക്കും. ഇവിടെ ഒരു നിയമനം മറ്റില്ല. പഞ്ചായത്ത് ഇന്ന് ഉള്ള കാശം മുഴുവൻ കോടിക്കണക്കിന് അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ അതിനെ കുറ്റം പറയില്ല. ആചാര്യന്റെ ജീവിതാഭിലാഷം പ്രധാനമന്ത്രിക്ക് ഈ പുസ്തകം കൈമാറി അദ്ദേഹത്തിൽ നിന്ന് ഇതിന് ജീവശ്വാസം ഉണ്ടായി ലോകം മുഴുവനും വ്യാപിക്കണമെന്നുള്ളതല്ലേ? അതെ, അതാണ് എന്റെ പ്രധാന ആഗ്രഹം. നമ്മളിത് പ്രധാനമന്ത്രിയുടെ എത്തിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും. പ്രധാനമന്ത്രിക്ക് കൊടുക്കണമെന്നുള്ള എന്റെ അതിയായ ആഗ്രഹമാണ്. അത് കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ കൂടി ഇതിനെ പ്രാഥമികമായിട്ട് അത് വലിയത് അത് വികസിപ്പിക്കാൻ നോക്കിയതാണ്. ഇപ്പോഴും പറയുന്നുണ്ട് യോഗ ചെയ്യണമെന്ന്. അപ്പം അദ്ദേഹത്തിന്റെ എന്റെ സ്മാരകമായിട്ട് ഒരു പുസ്തകം കൊടുക്കുന്നത് എന്റെ മനസ്സിലാഗ്രഹമുണ്ട്. അത് കൊടുത്താൽ എനിക്ക് വളരെയധികം സമാധാനം സന്തോഷവും വളരെയധികമുണ്ട്. പിന്നെ അതിൽ വരുന്ന യോഗയിൽ വരുന്നതാണ് നിങ്ങൾ ആര് വന്നാലും ശരി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും.
അത് പ്രത്യേക റീസൺ എനിക്ക് വേണ്ട. ഞങ്ങൾക്ക് മുന്നിൽ ഈ ആഗ്രഹം എത്തിയപ്പോൾ അത് നടക്കട്ടെ എന്ന് തോന്നി. ഇങ്ങനെ യോഗയെ സ്നേഹിച്ച ഒരു മലയാളിയെ നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യ തിരിച്ചറിയണം. യോഗ ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും വായു സഞ്ചാരം കൃത്യമായി കടന്നു ചെന്നാൽ അസുഖങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. വായുവും ശരീരവും ഒന്നിച്ചു പ്രവർത്തിക്കുന്ന പ്രക്രിയയാണ് യോഗ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിക്കട്ടെ.